പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശുശ്രൂഷയായിട്ടാണ് കർത്താവ് ഇതിനെ ഒരുക്കുന്നത്. ആദ്യ ശനി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ദിവസമാണ്. അന്ന് സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ച് ജപമാല ചൊല്ലി ഉപവസിച്ച് നമ്മളെന്ത് ചെയ്യും? പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ഒരു തുറന്ന പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകുന്ന ദിവസമാണ് എന്ന് ആദ്യ ശനി ശുശ്രൂഷ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പിശാചുകളെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. പിശാചുകളെക്കുറിച്ച് നമ്മളൊന്ന് ഒരു അറിവ് വേണം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണം. അതായത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം, പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്, അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു വചനമാണ് പറയുക. ആരാണ് കണക്ക് കൊടുക്കേണ്ടത്? അജ്ഞത പുലർത്തുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. ആരാണ് അജ്ഞത പുലർത്തുന്നത്? എന്തിനെക്കുറിച്ചാണ് അജ്ഞത? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ലെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരു അറിവ് വേണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ദൈവത്തിൻ്റെ ശത്രു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വലുതരം വരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം പറയുകയാണ്, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അറിവില്ലാത്തത് കൊണ്ടാണ് ജനം നശിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പിശാചിനെ കുറിച്ച് നമ്മളൊന്നറിയാൻ പോകണം. പിശാചുകൾ ഇത് പറയാൻ കാര്യമുണ്ട്. അതായത് പല ആളുകൾക്കും പിശാചുകളെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് ഈ കൊമ്പും വാലും വെച്ച ഒരു കറുത്ത രൂപം, ഇവൻ നമ്മുടെ ചില പറമ്പുകളിലൂടെ ഇങ്ങനെ നടക്കും. അത് ചില വെള്ളിയാഴ്ചകളിലാണ് നടക്കുന്നത്. അത് കല്ലറകളിലൊക്കെ പ്രത്യേകിച്ച് കാണും. രാത്രി 12 മണി വെള്ളിയാഴ്ച സ്ലാബ് തട്ടിത്തുറന്ന് ഇവൻ വന്നിങ്ങനെ നോക്കും. ആരുമില്ല എന്ന് കാണുമ്പോൾ വെളിയിലിറങ്ങും. എന്നിട്ട് കറങ്ങി നടന്ന് ചില ആളുകളെയൊക്കെ തട്ടിയിട്ട് രക്തമൊക്കെ കുടിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ചില ആളുകളുടെ മനസ്സിൽ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യക്ഷികളാരും ആണുങ്ങളില്ല എന്ന കാര്യം കൂടെ നമ്മളൊന്ന് ഓർക്കണം. യക്ഷികൾ ആണുങ്ങളുണ്ടോ? ആണയക്ഷി കേട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വകുപ്പ് നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. ഇങ്ങനെ വെള്ളിയാഴ്ച രാത്രി പാലപ്പൂ മണക്കുന്ന രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ യക്ഷികളെക്കുറിച്ച്, അത്തരം പിശാചുക്കളെക്കുറിച്ച് നമ്മളങ്ങ് എഴുതി തള്ളുകയാണ്. മനുഷ്യാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവകാശമല്ല ഈ ഭൂമി. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുക. അത് ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ജീവനുള്ളവന് ജീവിക്കാനുള്ളതാണ് എന്ത്? ഭൂമി. അത് മരിച്ച ആത്മാക്കൾക്കുള്ളതല്ല. അപ്പോൾ പിന്നെ ഈ 40 ദിവസമൊക്കെയോ വെള്ളവിരിയൊക്കെ വിരിച്ച് തിരി കത്തിക്കുമല്ലോ. അപ്പോൾ ആത്മാക്കളൊക്കെ ഇങ്ങനെ കൂടെ ഇല്ലേ? എന്താണ് ഈ 40? യഹൂദൻ്റെ ഒരു ചിന്താഗതിയാണ് 40. അതായത് യഹൂദൻ സ്വർഗത്തിനിട്ടിരിക്കുന്ന സംഖ്യയാണ് 3. പരിശുദ്ധ ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ തന്നെ ത്രിത്വ സങ്കല്പമുണ്ട്. പിതാവായ ദൈവം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, 110-ാം സങ്കീർത്തനം ത്രിത്വത്തിൻ്റെ സൂചനയാണ്. മെൽക്കീസദേക്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ് യഹൂദർ കണ്ടത്. മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഞാൻ എന്നേക്കും പുരോഹിതനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ക്രമപ്രകാരം അവന് പിതാവില്ല, മാതാവില്ല. അവൻ്റെ പേര് ശാലേമിലെ രാജാവെന്നാണ്.
സമാധാനത്തിൻ്റെ രാജാവെന്നാണ് അവൻ അറിയപ്പെടുന്നത്. ഇപ്പം മെൽക്കിസദേക്ക് ആരാണ്? പരിശുദ്ധാത്മാവാണ് പഴയ നിയമത്തിൽ. അപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ സൂചനയുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ സംഖ്യ എത്രയാണ്? 3. ഭൂമിയുടെ സംഖ്യ എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞാൽ ഭൂമിയെക്കുറിച്ച് യഹൂദർ കരുതിയത് ഒരു ഡിസ്ക് കണക്കിയ ഒരു സംഭവമാണ്. ഇതുപോലെ 4 മൂലകളുള്ള ഒരു സംഭവം. ഇതിങ്ങനെ ഒരു പില്ലറയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതാണ് സങ്കീർത്തനത്തിലും ജോബിൻ്റെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ വായിച്ചാൽ പഴയ നിയമത്തിലെ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിസ്ക് കണക്കൊരു സാധനം. ഇതിന് 4 മൂലകളുണ്ട്, 4 ദിക്കുകൾ. അപ്പോൾ ഭൂമിയുടെ സംഖ്യ എത്രയാണ്? 4. അപ്പോൾ ഈ 4ഉം 3ഉം കൂടി ചേരുമ്പോഴാണ് പൂർണ്ണ സംഖ്യ. അതാണ് എത്ര? 7. ഭൂമിയിലെ ഈ 4 എന്ന സംഖ്യയെ 10 പ്രമാണം കൊണ്ട് ഗുണിക്കുന്നതാണ് എത്ര? 4നെ 10 കൊണ്ട് ഗുണിച്ചാൽ 40. അതുകൊണ്ടാണ് ഭൂമിയിലെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ കൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് ഈ 4നെ ഗുണിക്കുന്നതാണ് 40. അപ്പോൾ അതുകൊണ്ട് അതൊരു പൂർണ്ണ സംഖ്യയാണ്. എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഒരു മനുഷ്യന് അവൻ്റെ പൂർണ്ണതയിലെത്താൻ ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് എത്ര? 40. അതുകൊണ്ടാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് 40 ആഴ്ചകളാണ് പൂർണ്ണതയിലേക്ക് വളരുക. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്താനുള്ള ഒരു സംഖ്യയാണ്. അല്ലാതെ മരിച്ച ആത്മാക്കൾ 40 ദിവസം ഇതുവഴികൂടെ നടക്കും എന്നുള്ളൊരു സൂചനയിലല്ല, മറിച്ച് ഒരു കർമ്മം അതിൻ്റെ പൂർത്തീകരണത്തിന് എടുക്കുന്ന ഡ്യൂറേഷൻ, സമയമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് 40. ഹല്ലേലൂയ. പ്രതേരം എഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ 40 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യഹൂദൻ പ്രധാനപ്പെട്ടതായി കാണുന്നത്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ 40 ദിവസം, അതുകൊണ്ടാണ് മരുഭൂമിയിൽ 40 ദിവസം ഈശോ ഉപവസിച്ചു എന്ന് പറയുന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം പൂർത്തീകരിക്കാൻ, ആത്മാവിൽ നിറയാൻ, പിശാചിനെ പരീക്ഷണത്തിൽ തോൽപ്പിക്കാൻ ഒരു കാലഘട്ടം ആവശ്യമാണ്, ഡ്യൂറേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് 40 ദിവസത്തെ മരുഭൂവാസം, 40 ദിവസം മഴയില്ല, 40 ദിവസം മഴ പെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ കണക്ക്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം പിശാചാണ്, പിശാച്. അപ്പോൾ ഈ പിശാച് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇത് മനുഷ്യൻ്റെ ആത്മാവല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഇത് മനുഷ്യൻ്റെ ആത്മാവല്ല. എന്നാൽ പിശാച് ഉണ്ട്. എന്താണ് തെളിവ്? പിശാച് ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഇന്ന് മുതൽ നന്നായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്താൽ മതി. ഉറപ്പാകും പിശാചുണ്ട്. ഇന്ന് മുതൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതി ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്കൊന്ന് ചെന്ന് നോക്കി, വൈകിട്ട് നടിയ നടക്കും. വീട്ടിൽ നന്നായി ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇന്ന് മുതൽ ഇനി ഒന്ന് ജീവിക്കും എന്ന് തീരുമാനമെടുത്താൽ മതി. ചിലരൊക്കെ നൊയമ്പെടുക്കാൻ തീരുമാനിക്കുമല്ലോ, സന്ധ്യാപ്രാർത്ഥന നടക്കുകയില്ല അന്ന്. അങ്ങനെ അങ്ങോട്ട് ചില സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ഒരു തെളിവിതാണ്, നന്മയ്ക്കെതിരെയുള്ള ഒരു നെഗറ്റീവ് എനർജി നിലനിൽപ്പുണ്ട്. നന്മയ്ക്കെതിരെ ഒരു നെഗറ്റീവ് എനർജി. എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്ത് ആദ്യമേ അവർക്ക് കൊടുക്കുന്ന അധികാരം എന്താണെന്നറിയാമോ? സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഇതാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ അധികാരം. അതുകൊണ്ട് ഈ പിശാചിനെ കുറിച്ച് നമ്മൾ ഭയക്കേണ്ടതില്ല. നമുക്ക് അധികാരമുണ്ട് അവനെ തോൽപ്പിക്കാൻ. അതിനു മുമ്പ് എങ്ങനെയൊക്കെയാണ് അവൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അവൻ പ്രവർത്തിക്കുന്നത്, ഇതിനെക്കുറിച്ച് ദൈവ പൈതലിന് അറിവുണ്ടാകണം. അത് ഞാനിത് പറയാൻ കാര്യം, നമ്മൾ കരുതുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് നാം പോലും അറിയാതെ പിടിമുറുക്കിയിരിക്കുന്ന പൈശാചിക ശക്തികളാണ്, ഡീമൺസാണ്.
ഡീമൺസ്. അതിനെ ഒരു ചെറിയ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: ദേ ആർ സ്പിരിറ്റ്സ് വിതൗട്ട് ബോഡീസ്. അരൂപികളാണ്, ശരീരമില്ലാത്ത അരൂപികൾ. ഈ അരൂപികൾക്ക് ചിലത്, എന്തുമാത്രം അരൂപികൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 840ഓളം അരൂപികളെ ഏകദേശം കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബൈബിളിൽ. ഏകദേശം അതിൽ കൂടുതലുണ്ടാകാം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡിസേൺമെൻറ്റിൻ്റെ വിഷയമാണ്. വിവേചനാശക്തി ഉള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കൃപയാണത്. അതുകൊണ്ട് എന്നിട്ടും കണ്ടെത്തിയ കുറേ, ദൈവവചനത്തിൽ കണ്ടെത്തിയ കുറേ അരൂപികളെക്കുറിച്ച് പറയാറുണ്ട്. അതിൽ ഞാൻ ഏകദേശം നിങ്ങളുടെ അറിവിന് വേണ്ടി ചില അരൂപികളെക്കുറിച്ച് പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഇതെൻ്റെ കുടുംബത്തെ തകർക്കുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നത്, എൻ്റെ ദൈവവിളിയെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വലതുകരം എഴുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശോ ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരോട് പറയുകയാണ്: സകല പിശാചുക്കളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരവും ശക്തിയും തരുന്നു, ധൈര്യമായിട്ട് പൊയ്ക്കോ, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ലെന്ന്. വാക്ക് ശ്രദ്ധിക്കണം, സകല പിശാചുക്കളുടെയും മേൽ എന്ന് പറഞ്ഞാൽ പിശാച് എന്ന് പറയുന്നത് ഒരു ടീമല്ല, ഇതൊരു ബഹുവചനമാണ്. സകല പിശാചുക്കളും എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയിൽ, പല രൂപത്തിൽ, പല ചിന്തകളിൽ, പല സ്വഭാവത്തിൽ പൈശാചിക ശക്തികളുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ വിചാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുരിതൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് ഒത്തിരി പേരുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ചില കേസുകൾ വന്നാൽ, എനിക്കറിയാം, ഇവിടെ തന്നെ വന്ന് പ്രാർത്ഥിച്ച ഒരു കേസ്, അതിനുശേഷം ഇവിടുത്തെ ഡെലിവറൻസ് കഴിഞ്ഞ് അണക്കരയിൽ പോയി, അണക്കരയിലെ ഡെലിവറൻസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു, വീണ്ടും അതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ആ ആള് ഒരു സുപ്രഭാതത്തിൽ ഈ പിശാചുപീഡയുള്ള ആളിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു: സഹികെട്ടു ഞാൻ എൻ്റെ ജീവിതത്തെ, സഹത കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. സഹത ഗീവറീസാതായി കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ആൾ പറഞ്ഞു: അയ്യോ സഹതായെ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഇത് പറഞ്ഞ് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നത് കേട്ടു. അവിടെ ഇവിടെയും 2 കുത്ത് കിട്ടുന്നതായിട്ട് ഒരു ഓർമ്മയുണ്ട്. ബോധം കെട്ട് തറയിൽ വീണു. അവർ ആ വ്യക്തിയെയും കൊണ്ട് പുതുപ്പള്ളി പള്ളിയിൽ പോയി കുർബാന ചൊല്ലി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പല സ്ഥലങ്ങളിൽ പോയി, ഇവിടെയും വന്നു, അതിനുശേഷം അണക്കരയിലും പോയി, അതും കഴിഞ്ഞിട്ട് പിന്നെയും 1 മാസം കഴിഞ്ഞിട്ടും ഈ പീഡക വിട്ടുപോകാതിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്തോ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു: എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിച്ച സഹത കണക്ക് ചോദിക്കും. വിഷമം കൊണ്ട് ഈ വീട്ടിലെ അമ്മ പറഞ്ഞു, താ കിടക്കണം, 2 കുത്തും കിട്ടി അവിടെ വീണു. അപ്പോൾ ഈ സഹതായുടെ നാമത്തിനല്ല ശക്തി, ഈശോയുടെ നാമത്തിന് തന്നെയാണ് ശക്തി, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ പിശാചിന് വിട്ടുപോകാൻ ഒരു സമയം, ഒരു കാലക്രമം വേണ്ടി വരും. ചിലത് അങ്ങനെയാണ്, ചിലത് ഒന്നും പറയേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് അതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരാളിൽ തന്നെ അനേക പിശാചുക്കൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. ഞാൻ പറയുന്നത്, മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഒരിക്കൽ പോലും സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത മേഖലകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകൾക്ക് കാരണം, ചില ജീവിതങ്ങളിൽ ഒരിക്കൽ പോലും വിടുതൽ പ്രാപിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ അതിന് കാരണമാണ് ചില നെഗറ്റീവ് എനർജികൾ ഉണ്ട്. അത് സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളായിട്ടൊക്കെ നമ്മൾ ഒരുപക്ഷെ വിധി എഴുതും. പക്ഷേ അതിൻ്റെ പിന്നിൽ ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്: അവൻ സകല പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ പിശാച് ഒരു ടൈപ്പ് അല്ല. ഈ പിശാച് പ്രധാനമായിട്ട് ബൈബിളിൽ 3 തരത്തിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് എന്ന് ഈശോയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതായത് 3 തരത്തിലുള്ള പൈശാചിക പീഡകളാണ് ഈശോയുടെ കാലത്ത് ഈശോ
സുഖപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വകുപ്പാണ് ഈവിൾ സ്പിരിറ്റ്സ്. ഈവിൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദുഷ്ടാത്മാക്കൾ. ഈവിൾ സ്പിരിറ്റ്സ്. രണ്ടാമത്തെ ഒരു വകുപ്പാണ് അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ്. മൂന്നാമത്തെ ഒരു വകുപ്പാണ് രോഗാത്മാക്കൾ അഥവാ ഇൻഫേം സ്പിരിറ്റ്സ്, സ്പിരിറ്റ്സ് ഓഫ് ഇൻഫേമിറ്റി എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുണ്ടാക്കുന്ന അരൂപികൾ. നമ്മളിത് മനസ്സിലാക്കുന്നത് വെറുതെ ഒരു കണ്ടെത്തലല്ല. 4 സുവിശേഷങ്ങളിൽ ഈശോ ചെയ്ത ഡെലിവറൻസ് ശുശ്രൂഷകളിൽ നമ്മൾ കാണുന്ന പിശാചുക്കളുടെ രൂപങ്ങളാണ്, അല്ലെങ്കിൽ സ്വഭാവ രീതികളാണിത്. 3 കാറ്റഗറിയിൽ ഇതിനെ പെടുത്താം. ഒന്ന് അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ്. ലക്ഷ്യം ഇതേ ഉള്ളൂ, ഈ 3 സ്പിരിറ്റുകൾക്കും, അൺക്ലീൻ സ്പിരിറ്റ്സിനും, അഥവാ അശുദ്ധാത്മാക്കൾക്കും, ദുഷ്ടാത്മാക്കൾ അഥവാ ഈവിൾ സ്പിരിറ്റ്സിനും, ഈ രോഗാത്മാക്കൾക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ. യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. സ്വഭാവം വ്യത്യാസമാണെന്നേ ഉള്ളൂ, ലക്ഷ്യം ഒന്നാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത? നമുക്കറിയാം, രോഗാത്മാക്കളുടെ പ്രത്യേകത എന്താണ്? രോഗം വരും. ഈശോയുടെ കാലത്ത് ഈശോ ഒരു 18 വർഷം കൂനിപ്പോയ ഒരു സ്ത്രീ, ഈശോ അവളുടെ മേൽ കൈവച്ച് സൗഖ്യം കൊടുത്തു. അവൾ നിവർന്നു നിന്നു. ആത്മാവ് വിട്ടുപോയി, അവൾ നിവർന്നു നിന്നു. രോഗത്തിന് കാരണമാകുന്ന സ്പിരിറ്റ് വലുതേരം എഴുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായി രോഗപീഠകളിൽ കഴിയുന്ന കേസുകൾ പലയിടത്തും കൊണ്ടുപോയി. പക്ഷേ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ചു കഴിയുമ്പം രോഗാത്മാക്കൾ വിട്ടുമാറുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു കേസ് നിങ്ങൾക്കറിയാം. വയറ്റുവേദനയായിട്ട് കൊണ്ടു നടക്കുകയാണ്. 3 മാസത്തോളമായി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ആ ഒരു സ്പിരിറ്റ് രോഗാത്മാവാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ബിലീവേഴ്സ് ആശുപത്രിയിൽ കൊണ്ടുപോയി. രോഗാത്മാവാണെന്ന് ബോധ്യപ്പെട്ടു, അതിനെ ബന്ധിച്ചു, അത് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴിത് രോഗശക്തികൾ പ്രകടമാക്കും. നാം ഇന്ന് കാണുന്ന പല രോഗങ്ങൾക്കും, പ്രിയപ്പെട്ട ദൈവമക്കളെ, കാരണം ഈ അരൂപികളാണ് എന്ന് ഡോക്ടർമാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഒരു പെൺകുട്ടി സന്ധിവേദനകളാണ്, ജോയിൻറ്റ് പെയിൻസ്, ഇങ്ങനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പല ആശുപത്രികളിലും കൊണ്ടുപോയി സ്കാൻ ചെയ്യുന്നു, മരുന്ന് കൊടുക്കുന്നു, പെയിൻ കില്ലറിൽ ശരണപ്പെട്ട ഒടുവിൽ രക്ഷയിൽ വാഴത്തട പോലെ വീണ് കിടക്കുന്ന +2കാരി, എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ജോയിൻറ്റ് പെയിൻസ്. ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. അങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്. പ്രാർത്ഥിച്ചു, അവൾ മിടുക്കിയായിട്ട് ഓടി നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ രോഗാത്മാക്കളുണ്ട്, രോഗശക്തികൾ ഉണ്ടാക്കുന്ന ആത്മാക്കളുണ്ട്, ഇൻഫേം സ്പിരിറ്റ്. അതാണ് ഈശോ ഊമനെ തൊട്ടു, നാവിൽ തൊട്ടു, കെട്ട് അഴിഞ്ഞു. അവൻ അലറി വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. അത് നാവിൽ കയറി നിൽക്കുന്നു, സംസാരിക്കാൻ കുഞ്ഞിന് പറ്റുന്നില്ല. ചെവി അടച്ചു കളയുന്ന അരൂപി, കണ്ണിൻ്റെ കാഴ്ച നശിപ്പിക്കുന്ന അരൂപി, ശരീരം വല്ലാതെ ക്ഷീണിപ്പിക്കുന്ന അരൂപി. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും കാരണം അതാണ് എന്ന് വിധി എഴുതരുത്. ബൈബിളിൽ രോഗത്തിന് 2 കാരണങ്ങളുണ്ട്. ബൈബിളിൽ രോഗത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാൻ. 2, പാപത്തിൻ്റെ അനന്തരഫലം. ഞാൻ ആവർത്തിക്കുന്നു, രോഗത്തിന് ബൈബിളിൽ 2 കാര്യം, സഹനത്തിന് ബൈബിളിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു അന്ധനെ ഈശോ സുഖപ്പെടുത്തുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ അതോ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? ഈശോ പറഞ്ഞു, രണ്ടുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ക്യാൻസർ വന്ന് 3 വയസ്സുകാരി സഹിക്കുന്നത് കാണുമ്പോൾ, നിരന്തരം വേദനകളിൽ കഴിയുന്ന 5 വയസ്സുകാരൻ സഹിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, ദൈവമേ നിനക്ക് കണ്ണില്ലേ? ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ സഹിക്കുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉത്തരം ഇതേ ഉള്ളൂ,
നിന്നെയും എന്നെയും ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ഉപകരണമാണത്. അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം വിഷയം. ദൈവമഹത്വം പ്രകടമാക്കാൻ ഈ ഭൂമിയിൽ സഹനമുണ്ട്. പല സഹനങ്ങളുടെയും കാരണം ദൈവമഹത്വം പ്രകടമാകാനാണ്. ഹല്ലേലൂയ. അടയാളമായി ആ പൈതലിനെ ദൈവം ഉയർത്തുകയാണ്. മുദ്രയായി, കുരിശുമുദ്രയായി ഉയർത്തുകയാണ്. സ്വർഗത്തിൻ്റെ വഴി നിനക്കും എനിക്കും കാണിച്ചു തരാൻ, അഹന്തയുടെ പൊയ്ക്കാലുകളിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള ആഹ്വാനമാണത്. എന്നാൽ അതേപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. 38 വർഷം തളർന്നു കിടന്ന ഒരു മനുഷ്യൻ ബത്സയിദ കുളക്കരയിൽ കിടന്നപ്പോൾ ഈശോ വന്നിട്ട് അവനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മേലിൽ പാപം ചെയ്യരുത്. ഈ വീണ് കിടക്കാനുള്ള കാരണം എന്താ? പാപമാണ്. അപ്പോൾ ബൈബിളിൽ സഹനത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ദൈവം മഹത്വപ്പെടാൻ, 2 പാപം. അതുകൊണ്ട് രോഗത്തിന് കാരണമെന്ന് പറഞ്ഞ് എല്ലാം അശുദ്ധാത്മാക്കളാണെന്ന് കരുതരുത്. ദൈവം മഹത്വപ്പെടാനും ദൈവം അനുവദിക്കുന്ന രോഗങ്ങളുണ്ട്. എന്നാൽ ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അതിനെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഒരുപക്ഷെ രോഗത്തിൻ്റെ ശക്തികൾ നമ്മുടെ കുടുംബത്തിൽ, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ, നമ്മളുടെ വീട്ടിലുണ്ട് എങ്കിൽ അതിനെ ബന്ധിക്കണം. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും അശുദ്ധാത്മാക്കളുണ്ട്. എന്താണ് അശുദ്ധാത്മാക്കളുടെ പ്രത്യേകത? അൺക്ലീൻ സ്പിരിറ്റ്സ്. അശുദ്ധിയാണ് അവരുടെ വഴി. അശുദ്ധമായ ഇടങ്ങളാണ്. ദിവസങ്ങളോളം കുളിക്കില്ല, വസ്ത്രം കഴിയില്ല, പല്ല് തേക്കില്ല, അങ്ങനെ നടക്കുന്ന, മനുഷ്യൻ അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ആളുകൾ നടക്കും. മുറികൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ആ വീട്ടിൽ കയറുക വല്ലാത്ത പാടാണ്. എന്തേ കാര്യം എത്ര പറഞ്ഞാലും മാറ്റാൻ പറ്റുന്നില്ല. അശുദ്ധിയുടെ വഴികൾ. ഒരുപക്ഷെ അശുദ്ധാത്മാക്കൾ ബാധിച്ച മനുഷ്യൻ, അശുദ്ധിയുടെ ചിന്തകളും പേറി നടക്കുന്നവൻ, അശുദ്ധിയുടെ വഴികളിലൂടെ നടക്കുന്നവൻ, അശുദ്ധിയുടെ ആത്മാക്കൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങളും ബൈബിൾ പറയുന്നുണ്ട്. അശുദ്ധാത്മാവിനോട് അവൻ ശാസിച്ചു, അവനെ വിട്ടുപോയി. വീണ്ടും ദുഷ്ടാത്മാക്കളുണ്ട്. എന്താണ് ദുഷ്ടാത്മാക്കളുടെ പ്രത്യേകത? ഈവിൾ സ്പിരിറ്റ്സ് ബൈബിളിൽ ഈശോ സുഖപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ ആത്മാവ് ഈ പൈതലിനെ, മനുഷ്യനെ തള്ളിയിടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ ഈശോ ലഗിയോൻ ബാധിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ആത്മാവ് അവനെ തന്നെ കല്ലുകൊണ്ട് ഇടിച്ച് മുറിപ്പെടുത്തിയിരുന്നു. സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടാത്മാക്കൾ ബാധിച്ചിരിക്കുന്ന ചില അരൂപികൾ ബാധിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത, അവർ സ്വയം മുറിപ്പെടുത്തും, മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും, ആക്രമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ ശ്രദ്ധിക്കണം, ഈശോ 3 കാറ്റഗറിയിലുള്ള അരൂപികളെയാണ് ഈശോ പുറത്താക്കുന്നതായ സംഭവം നമ്മൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ചില പ്രത്യേകതകൾ ബൈബിളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില പ്രത്യേകതകൾ, ഈ പ്രത്യേകതകൾ കാണുമ്പോൾ നമുക്കറിയാം ചില ആളുകളിൽ ഈ ഡീമൺസ് ഉണ്ടോ, അരൂപികളുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഒരു പ്രത്യേകത, ഈ സ്പിരിറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെടും. ചില സ്ഥലങ്ങൾ ഈ ആളുകളെ കൊണ്ടുപോകും. ഈ സ്ഥലങ്ങളിൽ പലതരം ഒരുതി. ഹല്ലേലൂയ. ഈ കാര്യം കേൾപ്പിക്കാൻ പിശാച് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ക്ഷീണം ഉണ്ടാകും, ഉറക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാമോ? അവൻ തന്നെ ഹൈഡ് ചെയ്യും, മറച്ചു വെക്കും. എന്നിട്ട് അവൻ പേര് പറയും, ഞാൻ ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ പ്രകാശവാഹകൻ എന്നാണ് അർത്ഥം. ഞാൻ അസ്മോദേവൂസ്, ഞാൻ ബേൽസെബൂൽ എന്നൊക്കെ പറഞ്ഞ് വലിയ നല്ല പേരുകളൊക്കെ പറയും. അവൻ ഒരിക്കലും അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഇപ്പം ഇരുന്ന് കേൾക്കുന്നവർക്ക് ഉറക്കം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എന്താണെന്നറിയാമോ? അവനെ തന്നെ വെളിപ്പെടുത്താനായിട്ട് മടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ അവൻ്റെ അഡ്രസ്സ് പോവാണ്. ഈശോ ഒരിക്കൽ പോലും, ശ്രദ്ധിച്ച് കേൾക്കണം, ഈശോ
ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവനെ പുറത്താക്കും. അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. സംസാരിച്ചുകൊണ്ട് നിന്നാൽ അവൻ കള്ളത്തരങ്ങൾ പറഞ്ഞ്, നുണകൾ പറഞ്ഞ് അവൻ്റെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് കളയും. അവൻ നുണകൾ മാത്രമേ പറയൂ. അവൻ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്ത് അവൻ്റെ രീതികൾ അവൻ മറച്ചു വെച്ചു കളയും. അതുകൊണ്ട് ഈശോ ആകെപ്പാടെ ഒരു പിശാചിനോട് മാത്രമേ മിണ്ടാൻ അനുവദിച്ചുള്ളൂ. ആ പിശാച് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം, നീ അത്യുന്നതൻ്റെ പുത്രനാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? കർത്താവ് പറഞ്ഞു, മിണ്ടരുതെന്ന്, പൊക്കോളം പറഞ്ഞു. അവനോട് കൺഫ്രണ്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് കഥയില്ല. പിശാചാണോ അറിഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുക. ഹല്ലേലൂയ, സർമേർത്തി ഹല്ലേലൂയ. അപ്പോൾ ഈ പിശാചുകൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് കേൾപ്പിക്കാൻ അനുവദിക്കത്തില്ല. നല്ല ഉറക്കവും ക്ഷീണവും വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഉറങ്ങരുത്, ശ്രദ്ധയോടെ ഇരിക്കണം. അതായത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി 12:43, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലത്തൂടാണ് അലഞ്ഞു നടക്കും, എന്നാൽ അത് കണ്ടെത്തുകയില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. എന്ന് വെച്ചാൽ അതിന് വേണ്ടത് തണുപ്പുള്ള സ്ഥലമാണ്. വരണ്ട സ്ഥലത്തൂടെ അതിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അതിന് പറ്റുകയില്ല. അപ്പോൾ അതിന് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള തണുപ്പുള്ള തണുപ്പൻ ആളുകൾ വേണം. പള്ളിയിലൊക്കെ വന്നാൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ആരാധനയും പാടുമെന്ന് പ്രാർത്ഥന, തണുപ്പൻ. ഈ തണുപ്പുള്ള സ്ഥലങ്ങൾ ആർക്ക് വേണം? പിശാചിന് വേണം. വരണ്ട സ്ഥലത്തൂടെ അത് നടന്നിട്ട് പറ്റില്ല. അത് പറയും, എനിക്ക് താമസയോഗ്യമായ ഒരു വീടുണ്ട്, നാണം കെട്ടായാലും അത് തിരിച്ചു വരും. ഇറക്കി വിട്ടതാ, നാണം കെട്ടായാലും അത് തിരിച്ചു വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വരണ്ട സ്ഥലം വേണം, തണുപ്പുള്ള സ്ഥലം വേണം. എന്ന് പറഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ കൂൾ ക്ലൈമറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരുമാതിരി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പള്ളി വന്നാലും, ചില ആളുകൾ അങ്ങനെയല്ല, പള്ളി വന്നാലും വേലുത്തമ്പി തളവാ നിൽക്കുന്ന കണക്കാണ് നിൽക്കുന്നത്. അതിൽ ചില ആളുകളുണ്ട് അങ്ങനെ ചത്തേ, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, മറുപടിയില്ല, ഉത്തരവില്ല, നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ, അങ്ങയുടെ ആത്മാനം വേണം ഇരുന്നു, ഇങ്ങനെ പറയുന്ന ആളുകൾ. അതല്ല, നമ്മൾ എരിപൊരിന്നിരിക്കണം നമ്മൾ ആരാധനയിൽ, പ്രാർത്ഥന. പണ്ടൊക്കെ എന്തുകൊണ്ടാണ് ബൈബിൾ വീട്ടിൽ വെച്ച് വായിക്കണമെന്ന് അപ്പന്മാർ പറയുന്നത്? ഇവിടെ ഉറക്കെ വായിക്കട, ബൈബിൾ വായിക്കട സന്ധ്യയ്ക്ക്. അവൻ്റെ കൊത്ത മാറണം, 1. 2, എൻ്റെ അമ്മച്ചൊക്കെ എന്തുമാത്രം നുള്ളു തന്നിട്ടുണ്ട് ബൈബിള് തെറ്റിച്ച് വായിച്ച്, ഉറക്കെ വായിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ വചനം കേട്ട് കഴിഞ്ഞാൽ പിശാച് അടുക്കുകയില്ല. വചനമാണ്, ജീവനുള്ള വചനമാണ്. പിശാചിനെ അകറ്റി നിർത്താനുള്ള വഴിയാണ്. ഇപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെട്ട് വരുന്നത്. അന്നത് മനസ്സിലായില്ല, ഈ അമ്മച്ചി എന്തിനാണ് നുള്ളുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൊരുളതാണ്. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. അപ്പോൾ വരണ്ട സ്ഥലം ഇഷ്ടപ്പെടാതെ തണുത്ത ആളുകളിലേക്ക് കയറിക്കൊടുക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത, മർക്കോസ് 5:2 നമ്മൾ വായിക്കുകയാണ്. ഈശോ ഗരസേനരുടെ നാട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ വഞ്ചിയിൽ നിന്നിറങ്ങി ഈ ഗരസേനരുടെ നാട്ടിലേക്ക് കയറുന്ന സമയത്ത് ദൈവൊരുത്തൻ ഇറങ്ങി വരികയാണ്. അവൻ എവിടുന്നാണ് വരുന്നത്? ശവകുടീര, സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സെമിത്തേരിയിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ എതിരെ വരുന്നവൻ സെമിത്തേരിയിൽ നിന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ശവകുടീരം. ഈ പിശാച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയാണ് സെമിത്തേരികൾ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം അവിടെ കുറേ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കൊണ്ടല്ല, അവിടെ മനുഷ്യാത്മാക്കൾ ഉള്ളത് കൊണ്ടുമല്ല, മറിച്ച് വിജനമായ സ്ഥലം. അവിടെ ആരും മെഴുതിരെത്തിക്കാനൊന്നും വരാറില്ലെന്ന്. അത് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കിടന്നോളും, ആളുകൾ പേടിച്ചിട്ടേ അവിടെ ആരും വരില്ല. ഈ വിജനമായ സ്ഥലമാണ് അവനാവശ്യം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാച് അവനെ വിജന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യഹൂദൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അസസേൽ എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. അസസേൽ, പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്. അസസേൽ, ഈ അസസേൽ മരുഭൂമിയിലാണ്. അതുകൊണ്ടാണ്
ഒരു കുഞ്ഞാടിൻ്റെ തലയിൽ കൈവച്ചിട്ട് ആ കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത് അത് പിശാചിനുള്ളതാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കൊന്ന് കൃപാസനത്തിൽ കൊണ്ടുപോയി രക്തമൊഴുക്കും. മറ്റേ കുഞ്ഞാടിനെ, 2 കുഞ്ഞാടിനെ എടുക്കും. അതിൽ രണ്ടാമത്തെ കുഞ്ഞാടിനെ തലയിൽ കൈവച്ചിട്ട് പാപമെല്ലാം അവൻ്റെ തലയിലേക്ക് ചുമത്തിയിട്ട് മരുഭൂമിയിലേക്ക് അയക്കും. പിശാചിനുള്ളതാണ്. ആ കുഞ്ഞാടിൻ്റെ പേരാണ് സ്കേപ്പ് ഗോട്ട്, ബലിക്കുഞ്ഞാട്. നീ എന്നെ ബലിയാടാക്കി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ്. അത് പിശാചിന് കൊടുത്തു. അപ്പം യഹൂദനെ സംബന്ധിച്ചിടത്തോളം പിശാച് കഴിയുന്നത് എവിടെയാണ്? ഉറക്കമാണ്, മരുഭൂമിയിലാണ്. അപ്പോൾ ഈ വിജന സ്ഥലങ്ങളിലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഒരാളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാനും ഇഷ്ടമുള്ളപ്പോൾ തിരികെ വരാനും കഴിവുണ്ട്. ഞാനീ പറയുന്നത് വെറുതെ ആകാശത്ത് നിന്ന് പറയുന്നതല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമീപനങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾ അറിയുന്നത്. ബൈബിൾ പറയാണ്, ഈ സ്പിരിറ്റ്സിന് ഒരാളിൽ പ്രവേശിക്കാനും തിരികെ പോകാനും, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോൾ കയറി വരാനും പറ്റും. ചില ദിവസങ്ങളിൽ വളരെ കൂളായിട്ട് കാണപ്പെടും, ഒരു സുപ്രഭാതത്തിൽ ഇളകും. എന്താ കാര്യം? ദേ കയറി വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പ് വായിച്ച 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ആശ്വാസം തേടി, ഈ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുകയില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അവൻ ഇഷ്ടം പോലെ അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അവൻ കയറി ചെല്ലുമ്പോൾ അവസ്ഥ ബൈബിൾ പറയുകയാണ്, ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ, ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി, ഗതികെട്ടുപോയി. കാരണം ഒരു ടീമിനെ കൊണ്ടാണ് ചെന്നത്. പണ്ട് ഒറ്റയ്ക്കായിരുന്നു, ഇപ്പം ടീമായിട്ടാണ് കലാപരിപാടികൾ. ഹല്ലേലൂയാ. ഇനി മറ്റൊന്ന്, ഈ ദുഷ്ടാത്മാക്കൾ, സ്പിരിറ്റുകൾ നമ്മൾക്ക് ശാരീരിക പീഡ തരും എന്ന് പറഞ്ഞാൽ നമ്മളെ മുറിപ്പെടുത്തും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 39 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പാവപ്പെട്ട പിതാവ് തൻ്റെ ഏക മകനെ പിശാച് ബാധിച്ചിരിക്കുന്ന സമയത്ത് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, അവൻ എൻ്റെ ഏക മകനാണ്, അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു. ചിലപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു, നുരയും പതയും പുറപ്പെടുന്നത് വരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുന്നു, പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു, അതവന് വിട്ടുമാറുന്നില്ല. എന്തൊരവസ്ഥയാ! അപ്പൻ്റെ ഏക മകനെ കൊണ്ടുവന്നിരിക്കുക, ഞെരുക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, നുരയും പതയും വരികയാണ്, അവനെ ഇട്ട് പീഡിപ്പിക്കുക, ഞെരുക്കി പീഡിപ്പിക്കുക. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കയ്യിലെ പാമ്പ് പൊളയുന്ന കാണുക, ഇങ്ങനെ പൊളയാണ്. ഒരിടത്ത് ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തലേ കൈവച്ച് അവസാനത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ചേട്ടായി വന്നു, തലേ കൈവച്ച് പ്രാർത്ഥിക്കുമോ, ദാ അവിടെ കിടന്നു പാമ്പ് ഇഴയുന്ന കണക്ക്. ഞാൻ നോക്കുമ്പോൾ മനുഷ്യൻ സാധാരണ തുണിയൊക്കെ പിടിയുന്ന കണക്കേ ശരീരം പിടിയാണ്. ഒടുവിൽ വീണ്ടും അന്നാമ്പളം തളിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് ശാന്തമായി കസേരയിൽ കുറേ നേരം. ഇത് ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മൾക്ക് അനുഭവമുള്ള പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇതൊരു സിംറ്റമാണ്, ഇതൊരു പ്രത്യേകത, ഒരു അടയാളമാണ്. ഞെരുക്കി പീഡിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ശരീരത്തെ ഇങ്ങനിട്ട് പീഡിപ്പിക്കുന്നത് മാത്രമല്ല, ശരീരത്തിൽ നാം അറിയാതെ ഇതെവിടെ നിന്നാണ് ഈ മുറിവ് വന്നത്, ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ, ഇന്ന് തൊട്ട് എന്താണ് ഇവിടെ ഒരു ചെറിയ പ്രത്യേക ഉളുക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാകാം, ഫിസിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ചില കാരണങ്ങൾ അങ്ങനെയും ഉണ്ടാകാം. ഈ സ്പിരിറ്റിൻ്റെ അറ്റാക്കുകൾ ഉണ്ടാകാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട്, ഈ ശാരീരിക പീഡ കൊടുത്ത പിശാചുകളെ കുറിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, 15 മുതൽ 16 തിരുവചനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതിലാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. സംഭവത്തിൻ്റെ രംഗം ഇതാണ്, അന്തരീക്ഷം ഇതാണ്. ഈ ഒരു യഹൂദ പുരോഹിതനുണ്ടായിരുന്നു, അയാളുടെ പേരാണ് സ്കേവ. എന്താണ്? എന്തോ സേവയോ?
സ്കേവ. സ്കേവ എന്ന് പറയുന്ന പുരോഹിതന് 7 മക്കൾ, അവരെല്ലാം കൊച്ചച്ചന്മാരാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ യഹൂദരുടെ ഇടയിൽ ഈ ചില ആളുകൾ വന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ പിശാചെ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ വിട്ടുപോകുന്നു. പൗലോസ്ലീഹായുടെ നാമത്തിൽ പോലും പൗലോസിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു പിശാചെ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ വിട്ടുപോകുന്നു. അപ്പോൾ ഈ സ്കേവയുടെ മക്കൾ എന്ത് ചെയ്തു? ഇത് കൊള്ളാമല്ലോ, ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് കരുതി ഒരു കുഞ്ഞു പിശാച് ബാധിച്ച ഒരുത്തനെ അവരുടെ പള്ളിയിലുണ്ടായിരുന്നു വിളിച്ചുകൊണ്ട് വന്നിട്ട് കഥമൊക്കെ അടച്ചിട്ടിട്ട് രഹസ്യത്തിൽ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നു. അപ്പോൾ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു 7 പേരും കൊള്ളാമല്ലോടെ, നല്ലൊരു വരുമാന മാർഗമാകുകയാണിത്. അങ്ങനെ ഇവർ കുറേ പിശാചുകളെ, കുഞ്ഞു കുഞ്ഞു പിശാചുകളൊക്കെ ഫോൺ വിളിച്ച് വരുത്തിയിട്ട് ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ പൗലോസിൻ്റെ നാമത്തിൽ പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രതിയെ ഒരു കാണിക്കപാത്രമൊക്കെ അവിടെ വെച്ച് എന്നിട്ട് ആളുകൾ കൊണ്ടുവരുന്നതനുസരിച്ച് എല്ലാ പിശാചുകളെയും പുറത്താക്കി വിട്ടുപോകുമ്പോൾ കാണിക്ക ഇട്ടിട്ട് പോകുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഒരിക്കൽ ഇതറിഞ്ഞ് കേട്ടിട്ട് ഒരു മൂത്ത പിശാച് ബാധിച്ച ഒരു ചേട്ടായി വന്നു. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ എത്ര നാളുകളുണ്ട് നമ്മുടെ കസ്റ്റഡിയിലാണ്, ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറഞ്ഞു ഈശോയുടെ നാമത്തിൽ വിട്ടുപോകും. ഇവർക്ക് ഈശോ ആരാണെന്നറിയത്തില്ല, പൗലോസ് ആരാണെന്നറിയത്തില്ല. പക്ഷേ ഇതാരോ പറഞ്ഞു കേട്ടിട്ടുള്ള അഭ്യാസമാണ്, കേട്ടറിവ് വെച്ചുള്ള കസർത്താണ്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയാണ് പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. അപ്പോൾ ഈ അശുദ്ധാത്മാവ് പെതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു ഹായ് വരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, പക്ഷെ നിങ്ങളാരാ? ഉത്തരവില്ല. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്ന 16-ാം വാക്യം, അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഉടുതുണിയില്ലാതെ ഓടേണ്ടി വന്നു. എന്ന് വെച്ചാൽ ചില പിശാചുക്കൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് എല്ലാ പിശാചുക്കളുടെയും മേൽ ഈശോയുടെ നാമം പ്രയോഗിക്കുന്നതിന് മുമ്പ് വിട്ടുപോകും. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. എന്ത്? ഈശോയെ നന്നായിട്ട് അറിയണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവൻ ചോദിക്കും എനിക്കറിയാം ഈശോയെ, നിനക്കറിയാവും ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ ഇടവരരുത്. ഈശോയെ നന്നായിട്ട് അറിയണം. ഈശോയുടെ സ്വന്തമായിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. ഹല്ലേലൂയ. ഇനി മറ്റൊരു പ്രത്യേകത, ഈ പിശാചുക്കൾ ശരീരത്തിൽ പ്രവർത്തിക്കുമെന്നതിൻ്റെ ചില അടയാളങ്ങളാണ്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, അവൻ വിദേശത്തായിരുന്നു. അവൻ തിരികെ വന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ തിരികെ പോകാൻ പറ്റത്തില്ല എനിക്ക്. ചോദിച്ചെന്താ? അവന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദേഹത്തൂടെ എഴയുകയാണ്. ചാടി എഴുന്നേറ്റ് നോക്കും, എന്ത് പാമ്പ് വല്ലതാണ് വിദേശത്ത് ഇങ്ങനെ വരുന്നത്? ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇവൻ ഉറങ്ങാൻ പറ്റണില്ല. ഒരു സമയം കഴിയുമ്പോഴത്തേന് അങ്ങ് എഴയാൻ തുടങ്ങുന്നത്, വിട്ടുപോകുന്നുമില്ല എത്ര ശ്രമിച്ചിട്ട്. ശരീരത്തിൽ പ്രകടമായ ചില അടയാളങ്ങൾ കാണിക്കേണ്ടത്. നമ്മളതിലേക്ക് വരും. ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, കാൽവിലങ്ങുകൾ തകർത്തു, അലറി വിളിച്ചു, കല്ലുകൊണ്ട് തന്നെ ഇടിച്ച് മുറിപ്പെടുത്തി. എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ അവൻ പ്രകടമായ അടയാളങ്ങൾ കാണിക്കും. ശരീരത്തിൽ പ്രകടമായ അടയാളങ്ങൾ കാണിക്കും. ഒരു പക്ഷേ ഡൊമിനിക് വാളംഷൻ അച്ഛൻ പറയുന്നൊരു സംഭവമുണ്ട്. അച്ഛൻ്റെ ആദ്യത്തെ സംഭവമാണ്. അച്ഛനോട് അവിടുത്തെ പ്രയർ ഗ്രൂപ്പിലെ ആളുകൾ പറഞ്ഞു, ഒരു സ്ത്രീ, ഇവർ കന്നഡക്കാരിയാണ്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഷമ്മാശനായിരുന്നു അന്ന് ഡൊമിനിക് അച്ഛൻ. ഷമ്മാശൻ പറഞ്ഞു എനിക്ക് കന്നഡയൊന്നും അറിയത്തില്ലെന്ന്. സാരമില്ല ഷമ്മാശൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ സ്ത്രീ വന്നപ്പോൾ ഷമ്മാശൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരെ ചിരിക്കാനും അലറാനും തുടങ്ങി. അപ്പോഴത്തേന് പിന്നെ പ്രസ്റ്റീജ് വിഷയമായി. ഇതിനെ വിട്ടിട്ട് പോകാൻ ശരിയാകുകയില്ല. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ വിട്ടുപോട്ടെ എന്നുള്ളത് ഡൊമിനിക് അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയാണ് ആ സ്ത്രീ അലറി വിളിച്ചതാ കിടന്നു. എന്നിട്ട് ഇവരുടെ തലമുടി ഒരടിയോളം 2 കൊമ്പ് കണക്കെ
ഉയർന്നു വന്ന് നിന്നു. അച്ഛൻ കണ്ടു നിൽക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു ശരീരത്തിൽ പ്രകടമാകും, ശരീരത്തിൽ പ്രകടമായി അടയാളങ്ങൾ കാണിക്കും. വീണ്ടും ബുദ്ധിയിൽ ഇത് പ്രവർത്തിക്കും, ബുദ്ധിയിൽ പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദാവീദ് രാജാവ് കിടന്നുറങ്ങുമ്പോൾ ദാവീദിൻ്റെ ബുദ്ധിയിൽ ഒരു തോന്നൽ വരികയാണ്, ജനസംഖ്യ എന്നെടുത്താലും എണ്ണം എടുത്താലും എൻ്റെ ജനത്തിൻ്റെ എണ്ണം ഒന്ന് എടുക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദാവീദേ അനാവശ്യ കാര്യങ്ങൾക്ക് പോകരുത്, ജനം എൻ്റേതാ, അവൻ്റെ രാജാവ് ഞാനാ, നീ എൻ്റെ ശുശ്രൂഷകനാ, ഞാൻ നോക്കിക്കോളാം എൻ്റെ ജനത്തിൻ്റെ കാര്യം, അതിൻ്റെ എണ്ണവും കാര്യമൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട്, നീ ചുമ്മാ ഈ പരിപാടിക്കൊന്നും പോകരുത്. പക്ഷേ ഒരു ദിവസം ദാവീദിനെ പിശാച് തോന്നിപ്പിച്ചു. എന്നാലും നമുക്കൊരറിവ് വേണ്ടേ, ജനസംഖ്യ ഒന്ന് എടുത്താലോ? ദാവീദ് കൽപ്പന പുറപ്പെടുവിച്ചു, എനിക്ക് എൻ്റെ ജനത്തിൻ്റെ സംഖ്യ അറിയണം. 7-ാം തിരുവചനം, ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. 70,000 ഇസ്രായേല്യർ മഹാമാരിയേറ്റ് വീണു. ദാവീദ് എന്ന് പറഞ്ഞു, സോറി, പിശാചാണ് തോന്നിപ്പിച്ച്. പിശാച് തോന്നിപ്പിച്ച് നീയല്ലേ ചെയ്തേ? എടാ, പിശാച് പലതും തോന്നിപ്പിക്കും, ബുദ്ധി പ്രവർത്തിക്കും, അതിന് വശംവദനാകരുത്. അതുകൊണ്ട് 2 ശിക്ഷയേക്കാം, ഒന്നുകിൽ നിനക്ക് പീഡ, അല്ലെങ്കിൽ ഈ ജനത്തിന് പീഡ. എന്ത് വേണം? ദാവീദ് പറഞ്ഞു, പാവം ജനത്തിനെ എന്തിനു ശിക്ഷിക്കണം, ഞാൻ പീഡ ഏറ്റോളാം. അങ്ങനെ ദാവീദ് സ്വയം പീഡ ഏൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയിൽ പിശാച് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെതിരായ ചിന്തകൾ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയാണ്. ഒരുപക്ഷെ പിശാചിന് മറ്റു പ്രകടമായ അടയാളങ്ങളും പ്രത്യേകതകളൊന്നും നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ അവൻ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ്, ബുദ്ധിയിലാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം തിരുവചനം, ദൈവാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ പ്രേരിതനായി പൗലോസ്ലീഹ പറയാണ്, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. കുടില തന്ത്രങ്ങൾ അവൻ തലയിൽ മെനയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തകർച്ചയ്ക്ക് അത് കാരണമാകും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ വേണം. ചിന്ത, അവൻ ഏത് ചിന്തയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്? ആധുനിക ലോകത്തിൽ ഒത്തിരിയേറെ നമ്മളെ പിശാച് കെണിപ്പെടുത്തുന്നത് നുണ ചിന്തകൾ തന്നാണ്. മാധ്യമങ്ങളിലൂടെ, പൊതുജനത്തിലൂടെ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ പോലും, നമ്മുടെ കയ്യിലിരിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒരു പക്ഷേ ഒരു സത്യവുമല്ലാത്ത അസത്യങ്ങൾ, നുണകൾ പിശാച് കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ തരും. കുംഭസാരം വേണോ? ഒരു ചോദ്യം. അവർ കരുതിയിരിക്കുന്നത് കുംഭസാരം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഏതോ ഒരു വിഷയത്തിൻ്റെ വിഷയമാണ്. സാധാരണ കൊണ്ടുതരും. കുംഭസാരം വേണോ? ഇവിടെ കുംഭസാരം എന്ന് പറയുന്നത് വ്യഭിചാരം എന്നൊരു പാപത്തിൻ്റെ പരിഹാരം മാത്രം നടത്തുന്ന ശുശ്രൂഷയല്ല. 10 പ്രമാണങ്ങൾ തെറ്റിച്ചാലും കുംഭസാരം വേണം. ഇതാണും പെണ്ണും തമ്മിലുള്ള വിഷയതമല്ല. കുംഭസാരം എന്ന് പറയുന്നത് മാർപ്പാപ്പ തിരുമേനി പോലും ഈ പാവപ്പെട്ട എൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ മാർപ്പാപ്പ തിരുമേനി കാണുന്നത് എന്നിലെ ദൈവാംശമാണ്. ഒരു പാവപ്പെട്ട വൈദികനാണ് ഞാൻ, എന്നിലെ ദൈവാംശത്തോടാണ് ബലഹീനതകൾ ഏറ്റു പറയുന്നത്. ഇതാണ് ദൈവിക ചിന്ത കുംഭസാരത്തെക്കുറിച്ച്. പക്ഷേ സാത്താൻ എന്ത് ചെയ്യും? നുണ ചിന്തകൾ തന്നിട്ട് പറയും, അയ്യോ കുംഭസാരം പാടില്ല, ആരും കുംഭസാരം കൂട്ടി പോകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ബുദ്ധിയിലാണ് പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ ബുദ്ധിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 5-ാം തിരുവചനം, 2 കൊറിന്തോസ് 10-5 തിരുവചനം, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദധ്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു.
ശ്രദ്ധിക്കണം. ഈ വചനം നമ്മളൊന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ്. അതൊരു അഭിഷേകത്തിൻ്റെ വചനമാണ്. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തണം. ഒന്ന് ഏറ്റു പറയാമോ? ദൈവത്തെ പറ്റിയുള്ള, ഉറക്കെ പറയാം, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ചിന്താഗതികൾ, ക്രിസ്തുവിനെതിരായ ചിന്താഗതികൾ ഈ കാലഘട്ടത്തിൽ വല്ലാതെ പെരുകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിശാച് നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തും. ബുദ്ധിയെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവന് നമ്മളെ മുഴുവനും കൊണ്ടുവന്ന് ഇല്ല കുട്ടിക്കുരങ്ങനെ ചങ്ങലയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളെ കണക്ക് ചാടിക്കളിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇട്ട് ചാടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നുമില്ല. നമ്മുടെ ബുദ്ധി കെട്ടുപോകരുത്, ബുദ്ധി കെട്ടുപോകരുത്. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ നാം അറിയണം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ എന്തുമാത്രം നല്ല പുസ്തകങ്ങൾ വരും, നല്ല മാസികകൾ വരും. ടി വി തുറന്നാൽ എന്തുമാത്രം നിങ്ങളുടെ വികാരിയച്ഛൻ്റെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ വരുന്നുണ്ട്, ചാനലുകളിൽ വരുന്നു. ഇതൊക്കെ കേൾക്കാൻ, ഇതൊക്കെ കാണും. യൂട്യൂബിൽ നല്ല നല്ല ടോക്കുകളുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചും ബുദ്ധിയിൽ നന്മ, കൃപ, വചനം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ലോകത്തിന് നുണകൾ കയറിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തകർന്നു പോകും, പിശാചിന്റെ കെണിയിൽപ്പെട്ടു പോകും. നമ്മുടെ ശത്രുവിനെ നമ്മൾ അറിയണം. മറ്റൊരു കാര്യം, ഈ ശത്രുവിന്, പിശാചിന് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ കരുതും ദൈവത്തിന് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ, പ്രവർത്തിക്കാനും പറ്റൂ. അല്ല, പിശാച് കണ്ണിൻ്റെ മുമ്പിൽ നല്ല ഒന്നാം തരം അത്ഭുതങ്ങൾ കാണിക്കും. പഴയ നിയമത്തിൽ നമ്മൾക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ഈജിപ്തിൽ ചെന്ന് എൻ്റെ ജനത്തെ മോചിപ്പിക്കണം. മോശ പറഞ്ഞു, വയ്യ, ഈ ജനത്തെ ഫറവോൻ്റെ മുമ്പിലോ? നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോശ ചോദിച്ചു, തെളിവെന്താ? കയ്യിലിരിക്കുന്ന വടി താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ടപ്പോൾ അതെന്തായി? പാമ്പായി. ശരിയെന്ന് കരുതി മോശ ഇതും എടുത്തുകൊണ്ട് അവിടെ ചെന്നിട്ട് ഫറവോനോട് പറഞ്ഞു, ജനത്തെ വിടണമെന്ന് പറഞ്ഞു. ഫറവോൻ പറഞ്ഞു, തെളിവെന്താണ്? നിന്നെ അയച്ചിരിക്കുന്നത് യഹോവയാണെന്നുള്ള തെളിവെന്താ? ദേ വടി എടുത്ത് താഴെ ഇട്ടു. അപ്പോഴാണ് ഫറവോൻ പറഞ്ഞു, വെയിറ്റ്, എൻ്റെ മന്ത്രവാദികൾ ഇങ്ങനെ വരട്ടെന്ന് പറഞ്ഞു. മന്ത്രവാദികളെല്ലാം കൂടെ കയ്യിൽ വടിയും കൊണ്ടുവന്നു. അവരും എന്ത് ചെയ്തു? അവരുടെ കയ്യിലിരുന്ന വടിയെടുത്ത് തറയിട്ടു. അതെന്തായി? പാമ്പായി. ഒരു ദൈവ പൈതൽ ശുശ്രൂഷയ്ക്ക് ഉയരുമ്പോൾ പിശാച് അതിന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത്, കോച്ചിങ് കൊടുത്ത് റെഡിയാക്കി നിർത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുമ്പമൺ പ്രദേശത്ത് ഒരു ദൈവ ശുശ്രൂഷ ഒരുക്കാൻ ദൈവം തയ്യാറായപ്പോൾ മാസങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്ത് ചെയ്യും? പിശാച് എന്ത് ചെയ്യും? അവൻ്റെ ശിഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത് കെണികൾ ഒരുക്കും. ചുറ്റോട് ചുറ്റും കെണികൾ ഒരുക്കും. തളരരുത്. മോശയുടെ വടി ബാക്കി വടികളെ വിഴുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവം ഒരു ശുശ്രൂഷ ഒരുക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യും? അവൻ്റെ ശിഷ്യന്മാരെ പല സ്ഥലത്ത് എതിർക്രിയകളും എതിർപൂജകളുമായി റെഡിയാക്കിക്കൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ മുഴുവൻ. എന്തിനാണെന്നറിയാമോ? ശുശ്രൂഷയെ തകർക്കാൻ. തളരരുത്. വെറുതെ വരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് വെച്ചാൽ നമുക്കറിയാം, 100-ൻ്റെയും 500-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ കള്ളനോട്ടുണ്ടല്ലോ. ഉണ്ട്. 750 കള്ളനോട്ടുണ്ടോ? എന്താ കാര്യം? 750 നോട്ടില്ല. 750 നോട്ടുണ്ടായിരുന്നേ അതിനും കള്ളനോട്ടുണ്ടായനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകൾക്കൊക്കെ നമ്മൾ മനസ്സിലായിക്കോണം, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് പലരും വരും. അതേപോലെ ശ്രദ്ധ വേണം. അപ്പോൾ ഒന്നാമത്തെ ഈ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് ഉണ്ടാകണം. ഇനിയും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, ഇതിന് സമയബോധമുണ്ട്. അവനറിയാൻ ടൈം അനുസരിച്ച് അവൻ പ്രവർത്തിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ
ഗദറായരുടെ നാട്ടിലെ 2 പിശാച് ബാധിതർ വന്നിട്ട് ഇങ്ങനെ ഈശോയോട് ചോദിക്കുന്നു, ദൈവപുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്ന് വെച്ചാൽ അവർക്കറിയാം എത്ര നാൾ ഞാൻ ഇതിനകത്ത് കാണും, ഈ ശരീരത്തിൽ ഞാൻ എത്ര നാൾ കാണും അവന് വ്യക്തമായിട്ടറിയാം. ഈശോ നേരത്തെ അവിടെ ചെന്നപ്പോൾ പറയാണ്, ടൈം ആയില്ലല്ലോ, പിന്നെ എന്തിനാ നീ നേരത്തെ വന്ന്? അവന് സമയം അറിയാം എത്ര നാൾ ഇവിടെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ മേൽ അവൻ ആധിപത്യം പുലർത്തി എല്ലാ തരത്തിലും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അവന് സമയബോധം ഉണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിശാചിന് കൃത്യമായിട്ടറിയാം വളരെ ഷോർട്ട് ടൈമേ വന്നിട്ടുള്ളൂ, അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ അരിശം പൂണ്ടിറങ്ങിയിരിക്കുകയാണ്. എല്ലാത്തിനും നശിപ്പിക്കാനുള്ള അവൻ്റെ ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രത്യേകത, അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടും, പക്ഷേ തെറ്റിദ്ധരിപ്പിക്കും. ഒരിക്കലും യാഥാർത്ഥ്യങ്ങൾ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഒരു പിശാച് മാത്രമേ ഈശോയോട് പറയുന്നുള്ളൂ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇത് കേട്ടപാടെ ഈശോ പറഞ്ഞു, മിണ്ടരുതെന്ന്, നിശബ്ദനായിരിക്കാൻ പറഞ്ഞു, വിട്ടുപോകാൻ പറഞ്ഞു. അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടും, സംസാരിക്കുന്നതെല്ലാം നുണകളാണ്. അതുകൊണ്ട് അവൻ തെറ്റിദ്ധരിപ്പിക്കും. അത് കേട്ട് ഇളകി വശാകരുത്, അവനോട് തർക്കിച്ച് നിൽക്കരുത്, അവനോട് സംസാരിച്ച് നിൽക്കരുത്. പൈശാചിക ശക്തിയാണെന്നറിഞ്ഞോ പ്രിയപ്പെട്ടവരെ, എൻ്റർടൈൻ ചെയ്യിക്കരുത്. ഈശോയുടെ നാമത്തിൽ അതിനെ ബന്ധിച്ച് പുറത്താക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒത്തിരിയേറെ സ്പിരിറ്റുകൾ ബൈബിളിൽ പറയുന്നുണ്ട്, ഒത്തിരിയേറെ സ്പിരിറ്റുകളെ കുറിച്ച്. ഉദാഹരണത്തിന് സംശയത്തിൻ്റെ ദുരാത്മാവ് എന്ന് വെച്ചാൽ സംശയമാണ്. ചേട്ടന് ചേച്ചിയെ സംശയം, ചേച്ചിക്ക് ചേട്ടനെ സംശയം, രണ്ടുപേർക്കും ഒരു സമാധാനവും ഇല്ല. ഇതൊരു അരൂപിയാണ് വീട്ടിൽ. 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ 9-10 തിരുവചനങ്ങളിൽ സംശയത്തിൻ്റെ അരൂപിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അരൂപി കയറിക്കഴിഞ്ഞാൽ കോപാകുലനായി, 8-ാം തിരുവചനം, ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. 3, എതിരാളിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് 11-ാം വാക്യം. 1 സാമുവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ദാവീദിനെതിരെ സാവൂളിൻ്റെ സംശയം. സംശയത്തിൽ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയും കൊന്നാ മതി എന്നായി. കുടുംബത്തിൽ സംഭവിക്കും. സംശയത്തിൻ്റെ അരൂപി കൊന്നുകളയും. സംശയരോഗം. വഞ്ചനയുടെ അരൂപിയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 23-ാം തിരുവചനം. വഞ്ചന ബിസിനസ്സിലല്ല, വീട്ടിലല്ല, എല്ലായിടത്തും ഒരു തരം ഒരു ചതി. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കും. വലിയ കാര്യങ്ങൾ വിശ്വാസതയോട് അവർ പാവങ്ങളെ ഏൽപ്പിക്കും, പക്ഷെ അവർ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. വഞ്ചനയുടെ അരൂപി. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയും, നുണയുടെ ആത്മാവ്. നാക്കെടുത്ത കള്ളമേ പറയത്തു. ഇതൊരു അരൂപിയാണ്. എത്ര ശ്രമിച്ചു പിന്നെ നുണ. സങ്കീർത്തനം 63:11 പറയും, നുണയരുടെ വാ അടഞ്ഞു പോകും. സങ്കീർത്തനം 101-ാം അധ്യായം 7-ാം തിരുവചനം പറയും, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. യോഹന്നാൻ 8:44, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പം നുണ ആരാണ്? പിശാച്. വീണ്ടും മറ്റൊരു അരൂപിയാണ് ആശയക്കുഴപ്പത്തിൻ്റെ അരൂപി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. യെശയ്യാ 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയാണ്, ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത കൺഫ്യൂഷൻ. പിള്ളേരെ ഈ കോഴ്സിന് വിടണോ, ഈ കല്യാണം വേണോ, ഇന്ന ജോലിക്ക് വിടണോ, അല്ലെങ്കിൽ വീട്ടിൽ ഇത് ചെയ്യണോ, അങ്ങാകെപ്പാടെ അഴകൊഴാന്ന് നടക്കും. ഒരു തീരുമാനമില്ല. അതിന് പോകണോ ഇതിന് പോകണോ, ഇതിന് പോകണോ അതിന് പോകണോ. അപ്പോൾ അതിനും ഇതിനും പോയാലോ അവസാനം കുറേ നഷ്ടമാകുമെന്നല്ലാതെ കൺഫ്യൂഷൻ. ഇതാണ് ആശയക്കുഴപ്പത്തിൽ. വചനം ഇതാണ്, കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. മദ്യപൻ ഛർദ്ദിച്ചതിനകത്തോട്ട് തെന്നി പോകുന്നത് പോലെ ഈ ജീവിതം നടക്കണം, തെന്നി നടക്കണം. ഇങ്ങനൊരു സ്പിരിറ്റ് ഉണ്ട്. മറ്റൊരു സ്പിരിറ്റ് ഉണ്ട്, കിംവദന്തിയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കാൻ, പറഞ്ഞു പഠിപ്പിക്കുകയാണ് കിംവദന്തി. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 7-ാം തിരുവചനം. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അരൂപി ഇത് കിംവദന്തികൾ പറഞ്ഞു കേൾപ്പിച്ച് ആളുകളെ നാട് പിടിക്കും.
പറഞ്ഞുണ്ടാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു പിടിപ്പിക്കും. അതൊരു സ്പിരിറ്റാണ്. വീണ്ടും വ്യഭിചാരത്തിൻ്റെ അരൂപി. ഹോസിയ 5:4. ഈ അരൂപി പ്രവർത്തിച്ചാൽ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഹോസിയ 5:4. അങ്ങനൊരു സ്പിരിറ്റ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഒരു 840ഓളം അനുസരണക്കേടിൻ്റെ ഒരു സ്പിരിറ്റ്. അതാണ് എഫേസ്യർ 2:2. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി